നമ്മൾ പാഠഭാഗങ്ങളൊക്കെ മുഴുവൻ എടുത്ത് തീർത്താണ്. നമുക്ക് ഫസ്റ്റ് മോഡൽ എക്സാം കഴിഞ്ഞ് അതെല്ലാവരും നന്നായി എഴുതിയെന്ന് വിശ്വസിക്കണം. അപ്പൊ നമ്മള് TMA ലെസൺസ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ലെസൺസ് ആണ് പഠിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോർഷൻസ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ TMA ലെസൺസ് മാത്രമാണ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആ ലെസൺസ് നമുക്ക് നോക്കാം. അതിനകത്ത് നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരാറുള്ളത്. ഷോർട്ട് ആൻസറും പിന്നെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല. അപ്പൊ നമുക്ക് ആ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ എഴുതാൻ കിട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പാഠം നമുക്ക് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന പാഠം എന്തെന്റെ മാവേലി ഓണം വന്നു എന്നാണ്. അതായത് ഓണത്തെ കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ്. ഒരു ചെറിയ പദ്യമാണ് എന്തെന്റെ മാവേലി ഓണം വന്നു. അപ്പൊ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഓണാകുമ്പോൾ നമ്മൾ എല്ലാവരും അല്ലെ, നമുക്ക് ഓണം അടുക്കാറായി. അപ്പൊ ഓണത്തിലേക്ക് വരുമ്പോൾ ഓണത്തെ പറ്റി പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികളുടെ പ്രതീക്ഷകളും അന്നത്തെ ആളുകളുടെ പ്രതീക്ഷകളും ഓണത്തിന് വേണ്ടി അവരൊക്കെ എന്തൊക്കെ തയ്യാറെടുക്കുന്നു അല്ലെ. നമ്മള് മുറ്റമൊക്കെ വീടിന്റെ മുറ്റമൊക്കെ വൃത്തിയാക്കും. അതുപോലെ മാവേലിയെ വരവേൽക്കാനായിട്ട് എന്താ നമ്മള് പൂക്കളം അല്ലെ, അത്തം തൊട്ട് തിരുവോണം വരെ പൂക്കളം ഒരുക്കും. അങ്ങനെ ഓണത്തിനുണ്ടാകുന്ന അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചെറിയ കവിതയില് പറയുന്നത്. ചന്തത്തിൽ മുറ്റം ചെത്തി പറിച്ചില്ല എന്തിന്റെ മാവേലി ഓണം വന്നു. അതായത് എനിക്ക് ഏറ്റവും ഓണം എന്താണ്, ഞങ്ങൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടും മാവേലി ഇവിടെ എത്തിയിട്ടില്ല എന്നൊരു പരിഭവം പറയുന്ന പോലെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇത് പദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഇതിനകത്ത് ഇത് ഒരു നാടൻപാട്ടിന്റെ ശൈലിയിൽ വന്നിട്ടുള്ള ഒരു കവിതയാണ്. നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാമൊഴിയിലൂടെ, അതല്ലേ? വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു വരുന്ന കവിതകളെയും അല്ലെങ്കിൽ പാട്ടുകളെയാണ് വാമൊഴി എന്ന് പറയുന്നത്, അല്ലെ? വാമൊഴി എന്ന് പറയുമ്പോൾ അത് ഒരാൾ കേട്ട് പഠിക്കുകയാണ്. നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ആളുകള് പാടി പഠിച്ചതും അങ്ങനെ കേട്ട് പഠിച്ചതായിട്ടുള്ള കാര്യങ്ങള് നമ്മളതെന്താ മറ്റു തലമുറയിലുള്ള ആളുകൾക്ക് നമ്മൾ വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് കേട്ട് വായ്മൊഴിയായിട്ട് ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് നീങ്ങി പോകും. അതിനെയാണ് വാമൊഴി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വാമൊഴി പാരമ്പര്യത്തിൽപ്പെട്ട ഒരു നാടോടി പാട്ടാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്തെന്റെ മാവേലി ഓണം വന്നു. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ എന്താണ് നാടോടി കവിതകള്, നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം, അല്ലെ? വാമൊഴി അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വാമൊഴി രൂപത്തില് കേട്ട് പഠിക്കുന്നതിനെയാണ് വാമൊഴി, അതായത് നാടൻ പാട്ടുകളുടെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചന്തയ്ക്ക് പോകുന്നത്, ചന്തയ്ക്ക് പോകുന്നത് ഓണത്തിന് വേണ്ടി ഒരുക്കങ്ങൾക്കായിട്ട് ചന്തയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നതാണ്, ആ പദ്യത്തിൽ പറയുന്നുണ്ട്. അതായത് ചന്തയ്ക്ക് പോകുന്നത് എന്ത് വാങ്ങാനാണ്? നേന്ത്രക്ക, അതായത് ഏത്തക്കായ വാങ്ങുവാനാണ് ചന്തയ്ക്ക് പോകുന്നത്. മുറ്റത്തിന് ചന്തം വരുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? മഹാബലിയെ, അതായത് മാവേലിയെ സ്വീകരിക്കാൻ വേണ്ടി. ആടകൾ തരേണ്ടത് ആരാണ്? ആട എന്ന വാക്കിനർത്ഥം എന്താണ്? വസ്ത്രം, അല്ലെ? പുതിയ വസ്ത്രങ്ങൾ, പുത്തൻ വസ്ത്രങ്ങളൊക്കെ തരേണ്ടത് ആരാണ്? അച്ഛൻ. അമ്മാവൻ എന്താണ് പതിവായി തരുന്നത്? എന്താണ് അമ്മാവൻ പതിവായി തന്നുകൊണ്ടിരുന്നത്? അവൻ എന്താണ് സമരം. നെല്ല് പുഴുങ്ങിയില്ല, നെല്ല് പുണങ്ങിയില്ല. ഇവിടെ പ്രകടമാകുന്ന ഭാവം എന്താണ് ഇങ്ങനെ പറയുന്നത്? അതായത് നെല്ല് ഉണങ്ങിയിട്ടില്ല. ഓണത്തിന് വേണ്ടി നമ്മൾ ഒരുക്കങ്ങളൊക്കെ ചെയ്യും. അതിനുവേണ്ടി പുഴുങ്ങി നെല്ലൊക്കെ എടുത്തു വെക്കും. ആ നെല്ലൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ എന്താണ്? ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടും അത് എന്താണ്? മാവേലി ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ മാവേലിയെ സ്വീകരിക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഇരിക്കുന്നു. പക്ഷെ എന്താ? മാവേലി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരിഭവം പറച്ചിലാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ഇനി ഓണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാത്തതിൽ പെൺകുട്ടികളുടെ വിഷമതകൾ. ഇതൊന്നും അധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരില്ല. ഞാൻ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്, നമുക്ക് TMA ലെസൺ ആണ്, അതുകൊണ്ട് 1 വേർഡ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. അത് 2 തരം ഓണത്തെ സംബന്ധിച്ച്, ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് എന്താ? ഓണത്തെ പറ്റിയുള്ള പഴഞ്ചൊല്ലുകൾ, അല്ലെ? അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓണത്തെ പറ്റി നമ്മൾ പറയുന്ന പ്രധാന പഴഞ്ചൊല്ല് ഏതാണ്? കാണം വിറ്റും ഓണം ഉണ്ണണം, അതുപോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കിട്ടാ. പിന്നെ ഈ കവിതയിൽ ഈ പരാതികളൊക്കെ പറയുന്നത് എന്നാണ് പറയുന്നത്? ഓണത്തിന്റെ അന്ന്, ഓണം വരുന്ന ആ സമയത്താണ് ഈ പരാതികളെല്ലാം പറയുന്നത്. ആ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഇതൊക്കെയാണ് നാടൻപാട്ടുകള്. അതുപോലെ തന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങള്, പിന്നെ ഓണത്തെ കുറിച്ചുള്ള 2 പഴഞ്ചൊല്ലുകൾ, അതൊക്കെയാണ് ഈ പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. 1 വേർഡുകളെ വരുള്ളൂ. ഇനി നമ്മൾ വിട്ടുപോയിട്ടുള്ള പാഠം ഏതാണ്?
കച്ചട്ടി സ്വാമിയുടെ കഥ നമ്മൾ പഠിച്ചതാണ്. പ്രിയനെ തേടി അതും പഠിച്ചതാണ്. അതുപോലെ വായിച്ചു കുറിപ്പെടുക്കൽ, കുഞ്ഞുണ്ണി കവിതകള്, അതൊക്കെ നമ്മൾ ലെസണിൽ പഠിച്ചതാണ്. ഡയറി കുറിപ്പുകൾ 6ാമത്തെ പാഠം, അത് നോക്കാം. എന്താ രചന എന്ന പാഠഭാഗത്ത് നിന്ന്, രചന എന്നൊരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. മൊഡ്യൂൾ 1 രചന എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നതാണ് ഇത് ഡയറി കുറിപ്പുകൾ. എന്താണ് ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്? അതായത് നമ്മൾ നിത്യജീവിതത്തില് അല്ലെ, കുറെ പേർക്ക് ഉണ്ടാവും ഇങ്ങനെ ഡയറി എഴുതുന്ന ശീലം അല്ലെ. നിത്യജീവിതത്തിലെ ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്താ, രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം കിടക്കുന്നത് വരെ ഒരേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ അറിഞ്ഞു അറിയാതായിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം തോറും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് രാവിലെ തൊട്ടേ എന്തെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഇന്നത്തെ ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തെടുത്ത് അത് ഒരു ഡയറിയിൽ, ഒരു പുസ്തകത്തിലെ എഴുതി സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഡയറി കുറിപ്പ് എഴുതിയ കൊണ്ടുള്ള ഗുണം എന്തായിരിക്കും? ഇങ്ങനെ ഡയറി എഴുതാണെങ്കിൽ അത് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താ, അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നെല്ലാം കാര്യങ്ങൾ, ഈ സമയത്ത് ഇന്നെല്ലാം കാര്യങ്ങൾ ഉണ്ടായി എന്ന് നമുക്കത് വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ഈ ഡയറി കുറിപ്പിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ മരിച്ചിട്ടാണെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അയാൾ പെട്ടെന്ന് മരിക്കുക, എന്തെങ്കിലും ചെയ്തിരുന്നത് എന്താ, അപ്പൊ അയാളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അയാളുടെ ഡയറി അയാൾ മറ്റുള്ളവരോട് പറയാതെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഈ ഡയറി കുറിപ്പിലൂടെ സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഡയറി എഴുതുന്നതിന്റെ പ്രത്യേകത എന്താ, നമ്മൾ കാര്യങ്ങളൊക്കെ വലിച്ച്, ഡയറി എഴുതേണ്ട എങ്ങനെയാണോ വലിച്ച് നീട്ടി എഴുതാതെ അത് ചുരുക്കി എഴുതുക അല്ലെ, ഷോർട്ടാക്കി എഴുതാം. അപ്പൊ നമുക്ക് അതെന്താ, ഒറ്റ നോട്ടത്തില് ചെറിയ വാക്കുകളിലൂടെ വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഡയറി എഴുതേണ്ടത്. അത് നോക്കി നിത്യജീവിതത്തിൽ അന്നന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ പുസ്തകത്തിൽ ചുരുക്കി എഴുതുന്നതാണ് എന്താ, ഡയറി കുറിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. പിന്നെന്താ, ഡയറി കുറിപ്പ് ജീവിതത്തിൽ നമ്മൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ ഓർമ്മിക്കാനും അതിലൂടെ അവരുടെ ഓർമ്മ നിലനിർത്താനും ഒക്കെ ഇതുപോലെയുള്ള ഡയറി കുറിപ്പിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, പിന്നെ ഡയറി കുറിപ്പിന്റെ ഒരു പ്രത്യേകത എന്താ, ഡയറി കുറിപ്പുകൾ നമ്മൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം. അല്ലെ, എനിക്കൊരു ഡയറി ശീലമുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കാണിക്കാതെ അത് അതിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം. കാലം ഒരാളുടെ ഡയറി കുറിപ്പ് നമ്മൾ മറ്റൊരാള് ഇടരുത്. അതാണ് അതിന്റെ പ്രത്യേകത. ഡയറി കുറിപ്പിനെ എഴുതുമ്പോൾ അതിനകത്ത് സ്വകാര്യത വേണം. ഇനി 1-2 ഭാഗത്തിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, അതിനകത്ത് ഒരു 2ാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 30 നോക്കട്ടെ. അതിനകത്ത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഡയറി എഴുതുന്നതിന് ഉചിതമായ സമയം, അത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറി എഴുതുന്നതിന് ഉചിതമായ സമയം ഏതാണ്? സമയം രാത്രി, ഞാൻ പറഞ്ഞല്ലോ, രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഡയറി എഴുതുന്നതിന് ഉചിതമായ സമയം. എങ്ങനെയാണ് ഡയറി കുറിപ്പുകൾ തയ്യാറാക്കേണ്ടത്? എങ്ങനെയാണ്? സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും വേണം ഡയറി കുറിപ്പുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ അങ്ങനെയുള്ള അതൊന്നും വരില്ല. ഇത് ടീംലെസ് ആയതുകൊണ്ട് വരില്ല. നമ്മൾ എന്നാലും നമുക്ക് അറിയാലോ, ഒരാളെ പറ്റി നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തിയെ പറ്റി, മഹാത്മാഗാന്ധിയെ കുറിച്ച് അങ്ങനെയുള്ള നമുക്ക് ഓർക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്, അതുപോലെ അത് ഇങ്ങനെ ചെറിയ സെന്റൻസ് ആക്കിയിട്ട് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ കുറിപ്പുകളാക്കി സൂക്ഷിക്കണം. അതാണ് ഡയറി കുറിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടീംലെസം വരുന്നത് 7ാമത്തെ പാഠം സീതാസ്വയംവരം പഠിച്ചാണ് മൊഡ്യൂൾ. അതുപോലെ 8ാമത്തെ കുടുംബജീവിതം മൊഡ്യൂൾ 1 ലാസ്റ്റ് ലെസൺ, അതും നമ്മൾ പഠിച്ചതാണ്. ഇനി 2ാമത് മൊഡ്യൂൾ 2 വരുന്നത് പാഠം 9 കത്തുകളും അപേക്ഷകളും. അത് നമുക്ക് നോക്കാം. പാഠം 9 അതും രചന എന്ന പറഞ്ഞ ഭാഗത്തു നിന്ന് വരുന്നതാണ്. നമ്മുടെ കത്തുകളും അപേക്ഷകളും. അതായത് നമ്മൾ കത്തുകൾ, ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ കത്തുകൾക്ക് അധികം പ്രാധാന്യമില്ല. പണ്ട്
നമ്മൾ മുന്നത്തെ കാലഘട്ടത്തിൽ മുന്നേ ജീവിച്ചിരുന്ന ആളുകളൊക്കെ എന്താണ് അവർ തമ്മിലുള്ള ആശയവിനിമയം നടത്താൻ, അതായത് ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് അല്ലെ, ഇന്റർനെറ്റ് ഇന്ത്യക്ക് ഉപയോഗത്തോടു കൂടി കത്തുകൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ടാണെങ്കിൽ എന്താ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ അവർ തമ്മിലുള്ള ആശയവിനിമയം നടത്തിയിരുന്നത് ദിവസങ്ങളായി കഴിഞ്ഞിട്ടായിരിക്കും കത്ത് കയ്യിൽ കിട്ടുന്നത്. എങ്കിലും അവർ ആശയവിനിമയം നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? ഇതുപോലെ കത്തുകൾ മുഖേനയായിരുന്നു. അതുപോലെ അപേക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ലോൺ വേണ്ടി ലോൺ നമുക്ക് എടുക്കണം, ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കണം. അപ്പൊ നമ്മൾ എന്താ അതിന് അപേക്ഷ സമർപ്പിക്കണം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോഴും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴും അവിടെ നമ്മൾക്ക് അപേക്ഷകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളത് അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ശരിയാക്കി കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് കത്തുകളും അപേക്ഷകളും തമ്മിലുള്ള വ്യത്യാസം. അതായത് കത്തുകൾ എന്തിനാണ്? ഇപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്തുള്ള ഇപ്പൊ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ നമ്മൾ കത്ത് എന്ന മാധ്യമമാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ കത്തുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ ബന്ധുക്കളും തമ്മില്, ഭാര്യ ഭർത്താവിന് എഴുതുന്നത്, അല്ലെങ്കിൽ അമ്മാവൻ അമ്മാവൻ മകൾക്ക് എഴുതുന്നത്, അങ്ങനെയുള്ള നമ്മള് ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും തമ്മിൽ പരസ്പരം അവരുടെ വിവരങ്ങൾ പറയാനും ആശയവിനിമയം നടത്താനായിട്ട് എഴുതുന്ന കത്തുകൾ. അത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കും അല്ലെ. പിന്നെ വരുന്നത് എന്താ? അത് അനൗപചാരിക കത്തുകൾ എന്താണ് നമ്മൾ പറയുന്നത്? അനൗപചാരികം അല്ലെ. അപ്പൊ അതിനകത്ത് പ്രത്യേക കാര്യങ്ങൾ പറയാൻ പാടില്ല, ഇങ്ങനെ രീതിയിൽ എഴുതണം എന്നുള്ളൂ. അങ്ങനെ കർശനമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ല. പക്ഷേ ഔപചാരിക കത്തുകളോ, ഔപചാരിക കത്തുകൾ എന്ന് പറയാൻ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിക്കോ അങ്ങനെ എന്തെങ്കിലും അയക്കുക, എന്തെങ്കിലും ഒരു ഓഫീസിലെ ജോലിക്ക് സംബന്ധമായിട്ട് അങ്ങനെയൊക്കെ എഴുതുന്ന കത്തുകളെയാണ് എന്ത് പറയുന്നത്? ഔപചാരിക കത്തുകൾ എന്ന്. അപ്പൊ അത് എഴുതുമ്പോൾ എന്താ? ഔപചാരിക കത്തുകൾ എഴുതുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ പാലിക്കണം. അതിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് എഴുതുമ്പോൾ അവിടെ നമ്മൾ ഒരു വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് അവരോടുള്ള ബഹുമാനം കാണിക്കുന്ന രീതിയിൽ നമ്മൾ അത് തുടക്കത്തിൽ എഴുതുമ്പോൾ അവരോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്ന രീതിയിലൊക്കെ എഴുതുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ അനൗപചാരിക കത്തുകൾ എന്ന് പറയുമ്പോൾ, അതായത് ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിന് വേണ്ടി എഴുതുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി എഴുതുന്നത്, അങ്ങനെയുള്ള കത്തുകളൊക്കെ ആവുമ്പോൾ അതിനകത്ത് ഇതുപോലെയുള്ള നമ്മൾ ഇങ്ങനെ മറ്റേ ഔപചാരിക കത്തുകളിൽ എഴുതുന്ന പോലെയുള്ള വിനയം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന അങ്ങനെയുള്ള നിബന്ധനകളൊന്നും വരുന്നില്ല. നമുക്കൊരു മനസ്സിലുള്ളത് പറയാനുള്ള ആശയം അതേപോലെ അവർക്ക് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ എഴുതുന്ന കത്തുകളെയാണ് അനൗപചാരിക കത്തുകൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കൃത്യമായ നിയമങ്ങളോട് കൂടി എഴുതുന്ന കത്തിനെയാണ് എന്ത് പറയുന്നത്? ഔപചാരിക കത്ത്. മറ്റേത് അനൗപചാരിക കത്ത്. ഇതാണ് രണ്ട് തരത്തിലുള്ള കത്തുകളായിട്ട് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നത് കത്തുകളും അപേക്ഷകളാണ്. അപ്പൊ കത്തുകൾ എത്ര തരത്തിലുണ്ട് എന്ന് ഒറ്റ വാതിക്കിൽ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഔപചാരിക കത്തുകൾ, അതോടൊപ്പം അനൗപചാരിക കത്ത്. എത്ര വിധമാണ്? രണ്ട് വിധം. അത് ഔപചാരിക കത്തുകൾ, അനൗപചാരിക കത്തുകൾ. ഇന്ന് വരാൻ സാധ്യതയുള്ള ഈ പാഠത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അപേക്ഷകൾ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഒരു കോളേജിൽ വേണ്ടി നമുക്ക് കോളേജിൽ ചേരാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ആദ്യം അപേക്ഷ എഴുതി കൊടുക്കണം അല്ലെ. അതുപോലെ നമുക്ക് എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ധനസഹായം കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടിയും നമ്മൾ അപേക്ഷ എഴുതി കൊടുക്കണം. പിന്നെന്താണ്? നമ്മൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതിനും നമ്മൾ അപേക്ഷ എഴുതി കൊടുക്കണം. അങ്ങനെയുള്ള ചെയ്യുന്നതിനെയാണ് എന്താ അപേക്ഷ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒൻപതാമത്തെ കത്തുകളും അപേക്ഷകളും എന്ന് പറയുന്ന ഈ 9ാമത്തെ പാഠത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 2 നമുക്ക് 10ാമത്തെ പാഠം വാസവദത്ത നമ്മൾ പഠിച്ചതാണ്. പിന്നെ 11 ഭൂമി എന്ന പാഠപുസ്തകം അത് നോക്കാം. പാഠം 11. പേജ് നമ്പർ 55 വരുന്നത് ഭൂമി എന്ന പാഠം. ഇത് ഒരു ശാസ്ത്ര ലേഖനാണ്.
അത് കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതിന്റെ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേഖനമാണ് ഇത് ഭൂമി എന്ന പാഠപുസ്തകം. ഈ ലേഖനത്തിൽ പറയുന്നത്, അതായത് എന്താ ഭൂമി എന്ന പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ലേഖനമാണ്. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എങ്ങനെയാണ് മനുഷ്യരുണ്ടായിരുന്നോ, അവരെങ്ങനെ ജീവിച്ചിരുന്നോ എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി പറയുന്ന ഒരു ലേഖനമാണ് ഇത് എഴുതിയിട്ടിരിക്കുന്നത്. ഈ ശാസ്ത്ര ലേഖനം ഭൂമി എന്ന പാഠപുസ്തകം ഈ ശാസ്ത്ര ലേഖനം എഴുതിയിരിക്കുന്നത് കെ കൃഷ്ണകുമാർ എന്ന ആളാണ്. ആ പേര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഭൂമി എന്ന പാഠപുസ്തകം എന്ന ശാസ്ത്ര ലേഖനം എഴുതിയിട്ടുള്ളത് ആരാണ്? കെ കൃഷ്ണകുമാർ. പിന്നെ ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് പഴയകാല ജീവിതത്തെ പറ്റിയും അതുപോലെ അന്നത്തെ ജീവിത രീതിയെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അന്നത്തെ ജീവജാലങ്ങൾ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അനേകം കഥകൾ പറയുന്നത് ആരുടെ? ഇതില് അനേകം കഥകൾ പറയുന്നത് ആരാണ്? മണൽ തരികൾ. അതായത് നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത് ചെറിയൊരു ലേഖനമാണ്. ഇതിനകത്തുള്ള ഞാൻ ചോദ്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഇത് നമുക്ക് ടീം ലെസൺ ആണ്. ഞാൻ വീണ്ടും പറയാണ്, TMA ലെസൺ ആണ്. 1 വേർഡ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ എടുക്കുന്നത് പോലെ വിശദമായിട്ട് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞെടുക്കാത്തത്. നമുക്ക് ഇതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. അനേകം കഥകൾ പറയുന്ന ആരാണ് അനേകം കഥകൾ പറയുന്നത്? ചോദ്യം വരാൻ സാധ്യതയുള്ള ആരാണ്? മണൽ തരികൾ. അതുപോലെ പുരാവസ്തു ശാസ്ത്രശാഖയെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് എന്താണ്? ആർക്കിയോളജി. അതുപോലെ പെങ്കിങ് മനുഷ്യർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ചൗക്കോയിൻ ഗുഹകളിൽ നിന്നും ലഭിച്ച അവശിഷ്ടങ്ങൾ ഒരുതരം കുരങ്ങു മനുഷ്യരുടേതായിരുന്നു. അത്തരം കുരങ്ങു മനുഷ്യരെയാണ് പെക്കിംഗ് മനുഷ്യർ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ എന്താണ് ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ചൗക്കോക്കിയൻ ഗുഹകളിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ എങ്ങനെയുള്ള ഡാഷ് ആയിരുന്നു? അപ്പൊ എന്താണ്? ഒരുതരം കുരങ്ങ് മനുഷ്യരുടേതായിരുന്നു. ഇപ്പൊ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട്, അതായത് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക, അങ്ങനെയൊക്കെ ആയിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തെക്കേ ആഫ്രിക്കയിൽ പുരാവസ്തു ഖനനം നടത്തി കാണുന്ന സ്ഥലമാണ് ഡാഷ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ്? കലഹാരി. തെക്കേ ആഫ്രിക്കയിൽ പുരാവസ്തു ഖനനം നടത്തി കാണുന്ന സ്ഥലം ഏതാണ്? കലഹാരി. പിന്നെ അതുപോലെ ഇന്നത്തെ മനുഷ്യരുമായി പേജ് നമ്പർ 59 ട്ടാ. 1 വേർഡ് നോക്കാം. 1 വേർഡ് ഇത് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് തന്നെ ഞാൻ 1 വേർഡ് ആക്കി പറയുന്നതാണ്. ഇന്നത്തെ മനുഷ്യനുമായി വളരെ സാമ്യമുള്ള പുരാതന വസ്തു വർഗം ഏതാണ്? അത് എന്താണ്? ക്രോമാഗ്നോൺ മനുഷ്യരാണ്. ഇന്നത്തെ മനുഷ്യരുമായി ക്രോമാഗ്നോൺ മനുഷ്യരാണ് ഇന്നത്തെ മനുഷ്യരുമായി വളരെ സാമ്യമുള്ള പുരാതന മനുഷ്യവർഗമായിട്ട് പറയുന്നത്. അതായത് ഫ്രാൻസിലെ ക്രോമാഗ്നോൺ ഗുഹകളിൽ നിന്ന് ലഭിച്ച തലയോടുകളും അസ്ഥികഷ്ണങ്ങളുമാണ് ഈ വിഭാഗം മനുഷ്യരെ കണ്ടെത്താൻ നമുക്ക് സഹായിച്ചിട്ടുള്ളതായിട്ടും പറയുന്നത്. അതുപോലെ നിയാണ്ടർ താഴ്വരയിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞർ കണ്ടെടുത്തവ എന്തൊക്കെയാണ് കണ്ടെടുത്തത്? ഒരു പ്രത്യേക ജാതി മനുഷ്യരുടെ തലയോടുകളും അസ്ഥികഷ്ണങ്ങളുമാണ് നിയാണ്ടർ താഴ്വരയിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞർ കണ്ടെടുത്തത്. ജാവയിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഏതുതരം ജീവികളുടേതായിരുന്നു? ഒരു തരം കുരങ്ങു മനുഷ്യരുടേതായിരുന്നു. ജാവയിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഒരു തരം കുരങ്ങ് മനുഷ്യരുടേതായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ വരുന്ന 1 വേർഡുകൾ MCQ ക്വസ്റ്റ്യൻസ് PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് 100-150 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ എടുത്ത് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ സിലബസിൽ ഇപ്രാവശ്യം 30 മാർക്കോളം 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ജയിക്കാനായിട്ട് മാർക്ക് വേണ്ടത് 24-25 ഒക്കെയാണ്. അപ്പൊ അത് 1 വേർഡ് പഠിച്ചാൽ തന്നെ, നല്ല രീതിയിൽ 1 വേർഡ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഗ്രൂപ്പിലെ ആ 1 വേർഡ് ഇടുമ്പോൾ അത് പ്രിന്റ് ചെയ്തിട്ട് അത് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത പാഠം 12 ആണ്, പട്ടിക ചാർട്ട്.
പേജ് നമ്പർ 62. അതായത് പട്ടിക എന്താണെന്നും ചാർട്ട് എന്താണെന്നും. പട്ടികയും ചാർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിതറിക്കിടക്കുന്ന ആശയങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന രീതികൾ പട്ടികകളുടെ ചാർട്ടുകളുടെ രൂപത്തിൽ നമുക്ക് ചേർത്ത് വെക്കാം. അതായത് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ കുറെ ആശയങ്ങളും ഉണ്ട്. അപ്പൊ അതൊരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടികയായിട്ടും ചാർട്ടായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നത്. ഇത് വീട്ടിലോ നാട്ടിലോ ജോലി സ്ഥലത്തോ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഇപ്രകാരം രേഖപ്പെടുത്താം. പല വിഷയങ്ങളും ഇപ്രകാരം ചാർട്ടുകളിലൂടെ രസകരമായി നമുക്ക് പഠിക്കാൻ സാധിക്കും. അല്ലെ? ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ചാല് വലിയ ഒരു പുസ്തകമാണോ എങ്കിലും പിന്നെ എന്താ കുറെ ഇപ്പൊ മാത്സിന്റെ ഒക്കെ മാത്സൊക്കെ അല്ലെ, ഇപ്പൊ കണക്കൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് അത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് അപ്പൊ എന്താ ഇതുപോലെ പട്ടിക രൂപത്തില് അല്ലെങ്കിൽ ചാർട്ട് രൂപത്തിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ എന്താ നമുക്കത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് നമുക്ക് രസകരമായിട്ട് തന്നെ അത് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒന്നാണ് എന്താണ് ഈ പറയുന്ന പട്ടിക ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുന്നേ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് പേജ് നമ്പർ 62 പട്ടികയിൽ നിന്ന് കേരളത്തിലെ കായലുകളുടെ ഉപരിതലത്തിലെ വിസ്തീർണത്തിന്റെ വരുന്ന കുറവ് കൊണ്ട് ഉണ്ടാകാനിടയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ വിശദീകരിക്കുക. ഇതൊരു ചോദ്യമായിട്ട് പറയാണ്. ഇതില് കേരളത്തിലെ കായലുകൾക്ക് 15 കൊല്ലം കൊണ്ട് സംഭവിക്കുന്ന ശോഷണം. അതായത് കേരളത്തിൽ കുറെ കായലുകളുണ്ട് അല്ലെ. അപ്പൊ ആ കായലുകൾക്ക് ഇനി വരാൻ പോകുന്ന 15 വർഷങ്ങൾ കൊണ്ട് ശോഷണം എന്ന് പറഞ്ഞാൽ നാശം, എന്തൊക്കെ നാശങ്ങളാണ് സംഭവിക്കുന്നത്, അതിന്റെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വിവരണ കണക്കാണ് ഇതിലൂടെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയില് വിശദീകരിച്ച് കൊടുക്കുന്നത്. നോക്കി അവിടെ കണ്ട അതായത് പട്ടികയിൽ ഫസ്റ്റ് കൊടുത്തിരുന്നത് അതിന്റെ ക്രമ നമ്പർ 1, 2, 3 എന്ന നിലയിൽ അതിന്റെ ക്രമ നമ്പർ കൊടുത്തിരുന്നത്. പിന്നെ കായലിന്റെ ഒരേ കായലുകൾ ചന്ദ്രഗിരി, ബേക്കൽ, വളപട്ടണം അങ്ങനെ കായലുകളുടെ പേര് കൊടുത്തുന്നു. അതിനുശേഷം തൊട്ട് വെളിയിലതാണ് അതിന്റെ ഉപരിതല കായലിനും എത്ര വിസ്തീർണം ഉണ്ട് എന്ന് കാണിച്ചിരിക്കുന്നു. അതുപോലെ അത് ഹെക്ടർ ഇന്ന ഇയറിൽ 1983 അതിന്റെ വിസ്തീർണം എത്രയായിരുന്നു. അതുപോലെ നെക്സ്റ്റ് ഇയറിൽ 1984 ആ കായലിന് എത്ര വിസ്തീർണത്തിൽ എത്ര വ്യത്യാസം വന്നിരുന്നു. അങ്ങനെ പട്ടികയായിട്ട് അതായത് ക്രമ നമ്പർ, കായലിന്റെ പേര്, അതിന്റെ വിസ്തീർണം അങ്ങനെ ഇതില് ക്രമമായിട്ട് വരച്ച് എഴുതി വെക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഇതിപ്പോ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത് കായലിന്റെ പല കായലുകളുടെ പേര് കാണുമ്പോൾ നമുക്ക് കായലിന്റെ പേര് വായിക്കുമ്പോൾ മനസ്സിലാവില്ല ഇത് കായലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ അടുത്ത കോളം വായിക്കും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇയർ കാണിക്കും. അതായത് വർഷം കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവും ഓരോ വർഷത്തിലുണ്ടായ മാറ്റങ്ങളാണെന്ന്. അങ്ങനെ ഓരോ കളികളും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ ഇന്ന സംഭവമാണ് ഈ പട്ടികയിലൂടെ വിവരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. അതാണ് ഈ പട്ടികയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ പട്ടികയിലൂടെ ഇതിങ്ങനെ ഒരു ഉദാഹരണമായിട്ട് കായലിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേറെ കാര്യങ്ങളായാലും വേറെ എന്തെങ്കിലും സംഭവങ്ങളായാലും ഇതുപോലെ പട്ടികയിലൂടെ നമുക്ക് ഇതുപോലെ വരച്ചു വെക്കാൻ സാധിക്കും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അതുപോലെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് പേജ് നമ്പർ 63 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ സമയക്രമമാണ്. അതായത് ട്രെയിൻ ലാൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ ട്രെയിൻ പോകുന്നത് എപ്പോഴാണ്, അങ്ങനെ ഒരേ സമയങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ കണ്ട അതായത് ഒരേ സ്ഥലത്തേക്ക് തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്, അതുപോലെ തന്നെ തിരുവനന്തപുരം കണ്ണൂർ, അതുപോലെ കൊച്ചി ഷൊർണൂർ അങ്ങനെയുള്ള ഓരോ ട്രെയിൻ പലതരത്തിലുള്ള ട്രെയിൻ ഉണ്ടാവില്ല. അപ്പൊ അത് പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയം അത് ഏതൊക്കെ സമയത്താണ് തിരിച്ചു വരുന്നുള്ളതും പോകുന്നത് എപ്പോഴാണെന്നും അങ്ങനെ ഒരേ കളികളായിട്ട് ആദ്യം ക്രമ നമ്പർ കൊടുക്കുക. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അതായത് തിരുവനന്തപുരം അങ്ങനെയുള്ള ആ സ്ഥലം കൊടുക്കുക. അതുപോലെ അതെന്താണ് പുറപ്പെടുന്ന സമയം, അത് തിരിച്ചു വരുന്ന സമയം, അങ്ങനെ ഒരേ ഇതായിട്ടാണ് ഒരേ പട്ടികയിൽ തിരിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് ഏതൊക്കെ ട്രെയിൻ ആണുള്ളത്, ഏതൊക്കെ സമയത്താണ് ആ ട്രെയിൻ പോകുന്നത്, ഏത് സമയത്താണ് ട്രെയിൻ വരുന്നത് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് പട്ടികയിലൂടെ പറയുന്നത്. ഇതൊക്കെയാണ് പട്ടിക ചാർട്ട് എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വൺ വേർഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇപ്പൊ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാനാണ് സാധ്യതയുള്ളത്. നമുക്ക് കായലുകളുടെയും അതുപോലെ കായലുകളുടെ ഉപരിതല വിസ്തീർണമൊക്കെ രേഖപ്പെടുത്താനായിട്ട് നമ്മൾ ഏത് രീതിയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചിട്ട് അതിനകത്ത് പട്ടിക ചാർട്ട് അങ്ങനെയൊക്കെ ഏതെങ്കിലും ഓപ്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം പട്ടിക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഈ പട്ടിക ചാർട്ട് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ.
നമുക്കിത് TMA ലെസൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറയുന്നത്. ഇനി നമുക്ക് പാഠം 13 TMA ലെസൺ ആണ്. വിട്ടുപോയ പാഠങ്ങളാണ് നമ്മളിപ്പോ നോക്കണത്. നമുക്കിപ്പോ മെയിൻ എക്സാമിൽ നിന്ന് ഇതിനകത്ത് ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ 1 വേർഡ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മിസ്സായാൽ നിങ്ങൾക്ക് കിട്ടണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് കൂടുതൽ ആവശ്യമുള്ള 1 വേർഡ് ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് ഗ്രൂപ്പിലിടും. അപ്പൊ അത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിൽ 100-150ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്തായാലും അത് പഠിക്കാൻ തന്നെ നല്ല മാർക്ക്, 20-30 മാർക്കോളം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് 1 വേർഡ്. അപ്പൊ അത് 20 മാർക്കെങ്കിലും ശരിയാക്കി പിന്നെ ജയിക്കാൻ അധികം മാർക്ക് മേടിക്കണ്ടല്ലോ, നല്ല മാർക്ക് തന്നെ മേടിച്ച് നമുക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പേജ് നമ്പർ 67 സംക്ഷേപണം. എന്താണ് സംക്ഷേപണം എന്ന് പറഞ്ഞാൽ? സംക്ഷേപിക്കുക അഥവാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മളത് ചുരുക്കി പറയുന്നതിനാണ് എന്ത് പറയുന്നത്? സംക്ഷേപണം. അത് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചുരുക്കി പറയുന്നതിനാണ് എന്ത് പറയുന്നത്? സംക്ഷേപണം എന്ന് പറയുന്നത്. സംക്ഷേപണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചുരുക്കി പറയുക എന്നാണ്. അതായത് നോക്കാം, അതേവിടെ ഒരു പാഠഭാഗത്തിന്റെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യത്തെ പറ്റി പല നിർവചനങ്ങളും നാം കേട്ടിട്ടുണ്ട്. രോഗമില്ലാത്ത അവസ്ഥയാണ് എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? രോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അത് തന്നെയാണ് ഏറ്റവും പ്രാചീനം, മുന്നേ മുതലുള്ള കാലത്ത് നമ്മുടെ ആളുകളും ഇപ്പോഴും പറയുന്നത് എന്താണ്? രോഗമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ നിർവചനം ഒരു ഗൂഢാലോചനയുടെ സന്തതിയാണ്. ഔഷധ നിർമ്മാണ കമ്പനികളും ആശുപത്രി കച്ചവടക്കാരും ചേർന്ന് തങ്ങളുടെ ബിസിനസ് ലാഭകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിർവചനം ലോകമെമ്പാടും തന്ത്രപൂർവ്വം പ്രചരിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ ശാരീരികമായും മാനസികമായും സാമൂഹികമായും സുഖമായിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം. ഈ സുസ്ഥിതി കൈവരുത്തുന്നതിൽ ഔഷധങ്ങൾക്കും ആശുപത്രികൾക്കുമുള്ള പങ്ക് എത്രയോ തുച്ഛമാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ഇതൊരു ചെറിയ പാരഗ്രാഫായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് എന്താ ഇതിനെ ഒന്ന് സംക്ഷേപണം നടത്തുക എന്ന് പറയാം, അതായത് ചുരുക്കി പറയാം. അപ്പൊ എന്താണ് ഇത്രയും? ഇപ്പൊ ഇതിലെന്താ ഒരു 5-6 സെന്റൻസോളം വാചകങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് നമ്മൾ വായിച്ചിട്ട് അതിനെ സംക്ഷേപണം ചെയ്യുക എന്നൊരു ചോദ്യം വരാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അതായത് ഇതിലൂടെ നമ്മൾ എന്താണ്, ഇപ്പൊ ഇത്രയും സെന്റൻസ് വാചകങ്ങൾ വായിച്ചിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും? അതിന് നമ്മൾ ചെറിയ ഒന്നോ രണ്ടോ വാചകത്തിൽ എഴുതുക. അതിനെയാണ് സംക്ഷേപണം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ സെന്റൻസിൽ ഈ 5-6 ഉള്ള ഈ വാചകത്തിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ആരോഗ്യം അല്ലെ? ആരോഗ്യത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? പിന്നെന്താ, മരുന്ന് കമ്പനിക്കാര് അവരുടെ നമ്മുടെ മനുഷ്യരെ അവരുടെ മരുന്ന് ചെലവാകുന്നതിന് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് ആരോഗ്യത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. 1-2 സെന്റൻസിൽ അത് അങ്ങനെ അധികം വിശദീകരിക്കാതെ 1-2 സെന്റൻസിലേക്ക് എഴുതുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സംക്ഷേപണം എന്ന് പറയുന്നത്. ഇതാണ് സംക്ഷേപണം. അതായത് നമ്മള് വലിയൊരു പാരഗ്രാഫ് തരാണെങ്കിൽ അതിനെ 3-ൽ 1 ഭാഗമായിട്ട് ചുരുക്കി എഴുതുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു 10-8 സെന്റൻസ് വാചകങ്ങളുള്ളത് ഒരു വലിയ പാരഗ്രാഫ് തന്നാലും അതിനെ നമ്മൾ 1-2 കൂടി 3 വാചകത്തിലാക്കി എഴുതുക. ഇതിനെയാണ് സംക്ഷേപണം എന്ന് പറയുക. ഇതിനകത്ത് വേറെ ഇപ്പൊ സംക്ഷേപണം എന്താണ്, അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരാറുള്ളൂ. ഇതിവിടെ ഒരു 1 വേർഡ് പേജ് നമ്പർ 69 മനുഷ്യർക്കിടയിൽ പ്രചരിച്ചിരുന്ന പഴയ കഥകൾ തലമുറകളിലൂടെ പറഞ്ഞു കേട്ടുണ്ടായവയാണ് ഡാഷ്. അതെന്താ എന്ത് ചെയ്തു? മനുഷ്യർക്കിടയിൽ നമ്മുടെ ഇടയിലൊക്കെ പ്രചരിച്ചിരുന്ന പഴയ കഥകൾ മനുഷ്യർ ഓരോരുത്തരും അല്ലെ മൊഴിയായിട്ട് നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളെന്താ ഒരാളിൽ നിന്ന്, അതായത് പണ്ട് ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പറഞ്ഞു പോയിട്ട് അല്ലെ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ആയിട്ട് ഒരേ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെയുള്ള പഴങ്കഥകൾ തലമുറകളിലൂടെ പറഞ്ഞു കേട്ടുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഉണ്ടായത്? നമ്മുടെ ഐതിഹ്യങ്ങൾ ഉണ്ടായത്. അപ്പൊ എന്താ വരുമ്പോ മനുഷ്യർക്കിടയിൽ പ്രചരിച്ചിരുന്ന പഴയ കഥകൾ തലമുറകളിലൂടെ പറഞ്ഞു കേട്ടുണ്ടായവയാണ് ഡാഷ്. അങ്ങനെ ചോദ്യം വന്നാൽ എന്തായിരുന്നു നമ്മൾ ഉത്തരം? ഐതിഹ്യങ്ങൾ. അപ്പൊ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പേജ് നമ്പർ 69.
ഇനി അതുപോലെ തന്നെ അവിടെ ഒരു ഒന്നോ രണ്ടോ വാക്യത്തില് ഉത്തരം എഴുതാന്ന് പറഞ്ഞിട്ട് ചോദ്യം വരുന്നുണ്ട്. ചെലവ് ചുരുക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ചെലവ് ചുരുക്കേണ്ടി വരുന്നത്? എപ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ വരുമാനം അല്ലെ, വരുമാനം നമ്മൾ സമ്പാദിക്കുന്നത് കുറവായിട്ട് വരുമ്പോഴാണ്, നമ്മൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കുറവായി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെലവ് ചുരുക്കേണ്ടി വരും അല്ലെ. അതായത് നമ്മൾക്ക് വരുമാനം കുറവായിട്ട് കൂടുതൽ പൈസ, നമുക്ക് വരുമാനം കുറവാകുമ്പോൾ കൂടുതൽ നമുക്ക് ചെലവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ചെലവ് ചുരുക്കണം. അപ്പൊ എന്താണ്? വരുമാനം കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെലവ് ചുരുക്കേണ്ടത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കിട്ടാ. അടുത്ത പാഠം 14. അത് നമ്മൾ പഠിച്ച പാഠാണ്. പബ്ലിക് എക്സാമിനുള്ള ലെസൺ ആണ് ഉൾനാട്ടിലെ ഒരു ഉത്സവം. ഇനി മൊഡ്യൂൾ 3 പാഠം 15 എന്റെ ഭാഷ, അതും നമ്മൾ പഠിച്ചതാണ്. പിന്നെ പാഠം 16 കണ്ണീരും കിനാവും, അത് നമ്മൾ പഠിച്ചതാണ്. ഇനി പാഠം 17 വിപുലനം. എന്താണ് വിപുലനം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ആശയം തന്നിട്ട് അത് വിപുലീകരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ് സംക്ഷേപണം. സംക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വലിയൊരു പാരഗ്രാഫില് ഒരു കാര്യം നമ്മൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അതിനെ 1/3 ചുരുക്കി എഴുതുന്നതാണ് എന്താണ് പറയുന്നത്? സംക്ഷേപണം എന്ന് പറഞ്ഞാൽ, സംക്ഷേപണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചുരുക്കി പറയുക. അതിന്റെ നേരെ വിപരീതമായിട്ട് വരുന്ന വാക്കാണ് എന്താണ്? വിപുലനം. ആശയ വിപുലനം എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് നമ്മൾ ചെറിയൊരു സെന്റൻസ്, ഒരു വാചകം തരികയാണെങ്കിൽ അത് നമ്മൾ വിശദീകരിച്ച് ആ വാചകത്തിൽ നമ്മൾ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇതുപോലെ 4-5 സെന്റൻസ് ആക്കി വിശദീകരിച്ച് എഴുതുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിപുലനം. അപ്പൊ സംക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താണ്? സംക്ഷേപണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി കൂടുതൽ വാചകത്തിലൂടെ തന്നിരിക്കുന്ന ഒരു കാര്യം 1/3 നമ്മൾ വളരെ ചുരുക്കി എഴുതുന്നതിനെയാണ് സംക്ഷേപണം എന്ന് പറയുന്നത്. അതിന്റെ നേരെ വിപരീതമായിട്ട് എന്താണ്? ഒരു ആശയം 1-2 വാചകത്തിലൂടെ അല്ലെങ്കിൽ ഒരു വാചകത്തിലൂടെ പറയുന്ന ഒരു കാര്യം നമ്മൾ കൂടുതൽ വാചകങ്ങളിലൂടെ അതിനെ വിശദമാക്കി അതിനുള്ളിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കൂടുതൽ വിശദമായി പറയുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മൾ വിപുലനം എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ വിസ്തരിച്ച് പറയുന്നതാണ് വിപുലനം. എന്താണ്? നമ്മൾ കൂടുതൽ വിസ്തരിച്ച് പറയുന്നതാണ് വിപുലനം. എന്താണ് വിപുലനം? അവ വിസ്തരിച്ച് പറയുന്നതാണ് വിപുലനം. ഒറ്റ വാക്കിൽ ചോദ്യമായിട്ട് വരാണെങ്കിൽ എന്ത് എഴുതും? എന്താണ് വിപുലനം? വിസ്തരിച്ച് പറയുന്നതാണ്. ഫസ്റ്റ് സെന്റൻസ് പേജ് നമ്പർ 110 ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വിസ്തരിച്ച് പറയുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? വിപുലനം എന്ന് പറയുന്നത്. അതായത് പിന്നെ ചുരുക്കി പറയലും വിസ്തരിച്ച് പറയലും നിത്യജീവിതത്തിൽ നാം ശീലിച്ചു പോരുന്ന രീതികളാണ് അല്ലെ. നമ്മളിപ്പോ സംസാരിക്കുന്ന ചില ആളുകളാണെങ്കിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് കുറേ ഇതില് അല്ലെ, ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യം എന്താണ് വാല് പിടിക്കുന്ന കൂട്ടത്ത് കുറേ വാചകങ്ങളായിട്ട് പറഞ്ഞിട്ടായിരിക്കും പറയുക. പക്ഷെ ചിലരാണെങ്കിൽ ഒറ്റ വാക്കില് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അതാണ് പറയുന്നത്. നാം ചുരുക്കി പറയലും വിസ്തരിച്ച് പറയുന്നതൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ശീലിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. വളരെയേറെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറുവാക്യങ്ങളാണ് സൂക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൂക്തങ്ങൾ? ഇത് നോട്ട് ചെയ്ത് വെക്കട്ടാ. സെക്കൻഡ് പാരഗ്രാഫിലുള്ളത് ഫസ്റ്റ് സെന്റൻസ്. വളരെയേറെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറുവാക്യങ്ങളാണ് ഡാഷ്. ഇതാണ് വളരെയേറെ ആശയങ്ങൾ പറഞ്ഞിരുന്നുള്ള ചെറിയൊരു എന്താണ് ചെറുവാക്യങ്ങളെ ഒരു ചെറുതായിട്ടുള്ള സെന്റൻസ് ആയിരിക്കും, വാക്യമായിരിക്കും. അതിനകത്ത് ആ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ കുറെ എന്താണ് ആശയം ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ചെറിയ വാക്യങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സൂക്തങ്ങൾ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആശയ വിപുലനം ചെയ്യാനുള്ള ഒരു വാചകം നോക്കാം. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പലപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണ് ഗതി കെട്ടാല് പുലി പുല്ലും തിന്നും. അതെങ്ങനെയാണ് അപ്പൊ നമ്മൾ ആശയ വിപുലനം ചെയ്യാവുന്നത്? അപ്പൊ നമുക്കറിയാലോ, അത് നമ്മൾ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ആ ആശയം കൊണ്ട്, ആ വാക്യം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കൂടുതൽ വാക്കുകളിലൂടെ, കൂടുതൽ വാചകങ്ങളിലൂടെ വിശദീകരിച്ച് പറയുകയാണ് ചെയ്യുക. അതാണ് വിപുലനം. ഇപ്പൊ നമുക്ക് വിപുലനം എന്താണ് കൂടുതൽ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്ത് പറയുന്ന ചോദ്യം ഇനി പാഠം 18 അത് നമ്മൾ പഠിച്ചതാണ്. പെങ്ങൾ എന്ന് പറഞ്ഞ പാഠം, ONV ഗ്രൂപ്പിന്റെ പെങ്ങൾ എന്ന് പറയുന്ന കവിത, അത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ നെയ്പായസം അല്ലെ, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന കവിത, അതും നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്താ പാഠം ഇനി നമുക്ക് പഠിക്കാനുള്ള TMLSനിൽ വരുന്ന വേറെ പാഠമാണ് പാഠം 20 മരത്തിന് സ്തുതി. അത് TMLS, അതും നമുക്ക് നോക്കാം. അതിനകത്ത് ഉള്ള ഏതൊക്കെ പ്രധാനപ്പെട്ട പങ്കുവരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. പാഠം 20 ആണ്.
പേജ് നമ്പർ 134 വരുന്നത്. മരത്തിന് സ്തുതി എന്ന് പറഞ്ഞ പാഠം. സുഗതകുമാരിയുടെ പ്രശസ്ത കവയിത്രിയായ സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി എന്ന് പറയുന്ന കവിതയാണ് ഇത്. ഈ കവിതയിൽ ഏതൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. മരത്തിന്റെ നമ്മൾക്ക് മരങ്ങൾക്ക്, അതായത് സസ്യങ്ങൾക്ക് ഉള്ള പ്രാധാന്യത്തെ കുറിച്ചും മനുഷ്യർ മരങ്ങളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. മരത്തിന് വില കൊടുക്കാതെ അല്ലെ, പലരും പ്രകൃതിയെ രൂക്ഷമായിട്ട് മനുഷ്യരെ എന്താണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ പ്രകൃതിയുടെ, അതായത് മരത്തിന്റെ ഒന്നും വില മനുഷ്യരെ അറിയുന്നില്ല. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്താനാണ് സുഗതകുമാരി തന്റെ മരത്തിൽ സ്തുതി എന്ന് പറയുന്ന ഈ കവിതയിലൂടെ നടത്തുന്നത്. അപ്പൊ അതായത് പല ആളുകളും, അതായത് കാട്ടിലൊക്കെ വിലപിടിപ്പുള്ള നല്ല മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, നമ്മൾ മനുഷ്യരെന്താ കാട് കയറിയിട്ട്, അതെന്താ കാട് എന്താണ് ശരിക്കും, കാട് നമുക്ക് വേണ്ടിയുള്ള, നമുക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലമാണ് അല്ല, അവിടെ മൃഗങ്ങളുണ്ട് അല്ലെ. നമ്മുടെ കാടാണ് നമുക്ക് എന്താണ് മഴ പെയ്യുമ്പോൾ മണ്ണൊലിപ്പ് തടയാതെയും അല്ലാതെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് ഇതുപോലെയുള്ള കാടുകളൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്താണ്, മനുഷ്യര് അവരുടെ ശ്രദ്ധ മൂലം എന്താ ചെയ്യുന്നത്, കാടൊക്കെ നശിപ്പിച്ച് അതുപോലെ അവിടെയുള്ള ആവാസ വ്യവസ്ഥ ആകെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. കാട് വെട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ അവിടെ താമസ സ്ഥലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് അത് ആളുകള് മരം മുറിച്ചു മാറ്റുന്നു. അപ്പൊ മരം മുറിക്കാനായിട്ട് വരുന്ന മഴ ഉപയോഗിച്ചിട്ട് മരങ്ങൾ വെട്ടി മാറുന്നു. അങ്ങനെ മഴുവിനെ കുറിച്ചും അതൊരു പ്രതീകാത്മകമായിട്ട് പറയുന്നുണ്ട്. മഴ ഉപയോഗിച്ച് വെട്ടി അങ്ങനെ ആ മരത്തിനെ മുറിക്കുന്നതിലുള്ള ഖേദം, ദുഃഖമാണ് കവി തന്റെ ഈ കവിതയിലൂടെ മരത്തിന് സ്തുതി, അങ്ങനെ അപ്പൊ മരത്തിനെ നല്ലൊരു സ്തുതി കൊടുക്കുകയാണ്. അതായത് മരത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് മനുഷ്യരെ ബോധവാന്മാരാക്കുകയാണ് മരത്തിന് സ്തുതി എന്ന് പറയുന്ന ഈ കവിതയിലൂടെ സുഗതകുമാരി ചെയ്യുന്നത്. അത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, വൺ വേർഡ് ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. മരം മാറിൽ അണിയുന്നത് എന്താണ്? ചോദ്യത്തിന്റെ പേജ് നമ്പർ 137 മരം എന്താണ് മാറിൽ അണിയുന്നത്? എന്താണ് മഴുപ്പാട് അല്ലെ. മരത്തിന് എന്താണ് മഴ ഉപയോഗിച്ചിട്ട് മനുഷ്യര് വെട്ടും. അതുകൊണ്ടാണ് അവിടെ മരത്തിന്റെ മാറ് എന്ന് പറയുന്നത് എന്താ, മരത്തിന്റെ ദേഹമായിട്ട് പറയുന്നത് എന്താ, മരത്തിന്റെ പകുതി വെച്ച് ആണ് മനുഷ്യർ മുറിക്കുന്നത്. അപ്പൊ മരത്തിന്റെ ദേഹമായിട്ട് എന്ന് പറയുന്നത് മരത്തിന്റെ തടിയെ ആണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് മാറ് അണിയുന്നത്, എന്താണ് മഴുപ്പാട്. മഴ കൊണ്ട് മരം വെട്ടി മുറിക്കൂല, അതിനെയാണ് പറയുന്നത് മഴുപ്പാട് എന്ന് പറയുന്നത്. മരം എന്താണ് ചൊരിയുന്നത്? എന്താണ് കാരുണ്യം അല്ലെ. മരം നമുക്ക് തണൽ തരുന്നു, അതുപോലെ എന്താണ് മണ്ണൊലിപ്പ് തടയുന്നു. എല്ലാ രീതിയിലും നമുക്ക് മരം വളരെയധികം, അതുപോലെ പക്ഷികൾക്ക് ഇരിപ്പിടമായി പോകുന്നു, അവർക്ക് വീടായി മാറുന്നു. അങ്ങനെ എല്ലാം ഉപകാരമായി തീരുന്ന ഈ മരത്തെയാണ് നമ്മൾ ഓരോരുത്തരും മുറിച്ച് കളയുന്നത്. അപ്പൊ മരം എന്ത് ചൊരിയുന്നു എന്നാണ് കവി പറയുന്നത്? കാരുണ്യം. അതും ആ രണ്ട് ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ ചോദ്യം, ഒരു മാർക്കിനെ ചോദ്യമായിട്ട് വരും. 4ാമത്തെ ചോദ്യം, മരങ്ങളോട് മനുഷ്യൻ ചെയ്യുന്ന നന്ദികേടിന്റെ വരും വരായ്മകൾ എന്തെല്ലാം? മനുഷ്യൻ എന്താണ് മരത്തിനോട് നന്ദികേട് ചെയ്യുകയാണ്, അതുമൂലം ഉണ്ടാകുന്ന വരും വരായ്മകൾ എന്ന് പറഞ്ഞാൽ അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? മനുഷ്യൻ ചെയ്യുന്ന ഹീനമായ നികൃഷ്ടമായ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഫലം എന്താണ്? മനുഷ്യൻ ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, മരം വെട്ടി നശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫലം എന്താ? മനുഷ്യർ തന്നെ അനുഭവിക്കുന്നു. ചിലപ്പോൾ ഉഗ്രമായ ഒരു വരൾച്ച വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വലിയ മണ്ണൊലിപ്പ് തടയാനൊക്കെ പറ്റാതെയും അങ്ങനെ എന്താണ് വരൾച്ചയൊക്കെ വരികയാണെങ്കിൽ എന്താ അത് തടഞ്ഞു നിൽക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ ചോദ്യം, 4ാമത്തെ ചോദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി 8ാമത്തെ ചോദ്യം, മരം ഏത് വിധമാണ് വൃദ്ധന്മാരെ സഹായിക്കുന്നത്? എന്താണ് മരം എങ്ങനെയാണ് വൃദ്ധന്മാരെ സഹായിക്കുന്നത്? അവർക്ക് ഊന്നുവടിയായിട്ട് അല്ലെ, മരത്തിന്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴുമ്പോൾ നമ്മള് പ്രായമായിട്ടുള്ള നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന ആളുകൾ അത് എന്താണ് ഊന്നുവടിയായിട്ട് ഉപയോഗിക്കും അല്ലെ. അല്ലെങ്കിൽ മരം വെച്ച് തന്നെ നമ്മളിപ്പോ നല്ല നല്ല തടികൾ വെച്ചിട്ട് ഊന്നുവടികൾ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ വൃദ്ധന്മാരെ സഹായിക്കാനായിട്ടും എന്ത് ഉപയോഗിക്കുന്നു? മരം. അങ്ങനെയാണ് മരം വൃദ്ധന്മാരെ സഹായിക്കുന്നത്. അമ്മയെ രക്ഷിക്കുന്നതിൽ മുൻകൈ ആർക്കാണെന്ന് 10ാമത്തെ ചോദ്യം, അമ്മയെ രക്ഷിക്കുന്നതിൽ മുൻകൈ ആർക്കാണ്? മരം. അത് ആ ചോദ്യം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പാദപം, മരത്തിന് പകരം പറയുന്ന മറ്റൊരു വാക്കാണ്. മരത്തിന് പകരപദമായിട്ട് പറയുന്ന മറ്റൊരു വാക്കാണ് എന്ത്? പാദപം. അപ്പൊ പാദപം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരം. അപ്പൊ മരത്തിന് പകരമായിട്ട് വരുന്ന, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ പാദപം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മരം. അല്ലെങ്കിൽ എന്ത് ചോദിക്കും? മരത്തിന് പകരപദമായിട്ട് വരുന്ന വാക്ക് ഏതാണെന്ന്
എന്ത് പറയും? അപ്പൊ പാദപം. അപ്പൊ ആ ചോദ്യം ഒന്ന് നോട്ട് ചെയ്തേക്ക്. 12ാമത്തെ ചോദ്യം, പേജ് നമ്പർ 139. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പാഠത്തില്. അടുത്തത് പാഠം 22, കേരളത്തിലെ കലകൾ നമ്മൾ പഠിച്ചതാണ്. കേരളത്തിൽ കഥകളി, ഓട്ടംതുള്ളൽ, തുള്ളൽ, അങ്ങനെ വിവിധതരം കലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, വിശദമായിട്ട് തന്നെ പഠിച്ചതാണ്. അടുത്ത ലെസൺ ആയിട്ട് വരുന്നത് ഏതാ? മനസ്വിനി, പാഠം 22, മനസ്വിനി, ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന് പറഞ്ഞ കവിത, അതും നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് പാഠം 23 വരുന്നത് ഒരു ജാതി ഒരു മതം. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം, MK സാനുവിന്റെ അതായത് ശ്രീനാരായണ ഗുരു ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും MK സാനു എന്ന നിരൂപകൻ വ്യക്തമായി പറയുന്ന ലേഖനം, അതും നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത് പാഠം 24, രാവണൻ പിടിച്ച പുലിവാല്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ നോക്കാം. രാവണൻ പിടിച്ച പുലിവാല്, രാവണനും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം, അതും നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് പാഠം 25, ലഘു ഉപന്യാസം, അത് നോക്കാം. അത് നമുക്ക് ടീം ലെസൺ. എന്താണ് ലഘു ഉപന്യാസം? ലഘു എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അതിനെയാണ് ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ ഒരു വാചകം തന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയുന്നതിനെയാണ് നമ്മൾ മാർക്കിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. അതപ്പോ ഉപന്യാസത്തിൽ വരും. അങ്ങനെ ഉള്ളതിനാണ് ഉപന്യാസം പറയുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വലിയ ഉപന്യാസം. ലഘു ഉപന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിൽ എഴുതുക. അതായത് ഏത് വിഷയത്തെ പറ്റിയും ഗാഢമായി ചിന്തിക്കുമ്പോൾ പല ആശയങ്ങളും നമ്മുടെ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു ഉപന്യാസം തയ്യാറാക്കാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ പല ആശയങ്ങളൊക്കെ വരും. അവയിൽ നിന്ന് പ്രസക്തമായ, അപ്പൊ കുറെ ആശയങ്ങൾ വരുമ്പോൾ അത് ഒരുമിച്ച് എഴുതിയാൽ അത് ലഘു ഉപന്യാസം ആവില്ല. അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് നമ്മൾക്കൊരു ആശയത്തെ കുറിച്ച്, ഇപ്പൊ ഓണം എന്ന കേരളീയരുടെ വലിയൊരു ആഘോഷമാണ് എന്ത്? ഓണം. ദേശീയ ഉത്സവം തന്നെയാണ് അല്ലെ ഓണം. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറയും. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ. ഓണം നമുക്ക് വരാറായി. അപ്പൊ ഓണത്തെ കുറിച്ച് നമുക്ക് എന്താ അറിയാം? ഓണം എന്താ? മഹാബലിയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. പിന്നെന്താണ്? അത്തം തൊട്ട് തിരുവോണം വരെ മുറ്റത്ത് പൂക്കളം ഇടും. പിന്നെന്താ? അന്ന് ഓണക്കൂടി അല്ലെ കൊടുക്കും. പിന്നെന്താ? വിഭവസമൃദ്ധമായ ഓണസദ്യ, ഓണക്കളികൾ, ഇതൊക്കെ നടത്തും. അങ്ങനെയൊക്കെ ഓണത്തെ പറ്റി ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് എഴുതിയാൽ എന്താ? വലിയ ഉപന്യാസം പോലെയാക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പോയിന്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് എന്ന് പറയുന്നത് ലഘു ഉപന്യാസം എന്ന് പറയുന്നത്. അതുപോലെ ഉപന്യാസത്തിന് ഒരു ഉപന്യാസം എഴുതുമ്പോൾ അതിന് ചില കാര്യങ്ങൾ പ്രധാനമായി നോക്കാണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. ഉപന്യാസത്തിന് ഉപക്രമം, ഉടൽ, ഉപസംഹാരം എന്നീ 3 ഘടകങ്ങളുണ്ട്. അത് 2ാമത്തെ പാരഗ്രാഫിലാണ്. 177ാമത്തെ പേജ് നമ്പർ 2ാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് സെന്റൻസ് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കിട്ടാ. അതായത് ഉപന്യാസത്തിന് എന്താ? ഉപക്രമം, ഉടൽ, ഉപസംഹാരം എന്നീ 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഉപന്യാസം ആവുന്നത്. അതായത് ഉപക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓണത്തിനെ പറ്റിയുള്ള ഒരു ഉപന്യാസമാണ് നമ്മൾ തയ്യാറാക്കുന്നെങ്കിൽ അതിനകത്ത് ഉപക്രമം എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ ഈ ഓണത്തെ കുറിച്ച് എന്താണ് നമ്മൾ പറയുന്ന വിഷയം, അത് നമ്മൾ ഏതിനെ കുറിച്ചാണോ നമ്മൾ ഉപന്യാസം ചെയ്യുന്നത്, അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെ നമ്മൾ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിൽ പറയാണ് ഇൻട്രൊഡക്ഷൻ. അതിന്റെ മലയാളം വേർഡാണ് ഉപക്രമം. അപ്പൊ എന്തൊക്കെയാണ് നമ്മള് ഒരു ആമുഖമായിട്ട് എന്തൊക്കെ കൊടുക്കും, അതിനെയാണ് നമ്മൾ ഇതിൽ ഉപക്രമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഉടൽ എന്ന് പറഞ്ഞതാ. അപ്പൊ ഈ ഓണത്തിന് തന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇത്തിരി കൂടി വിശദമായിട്ട് ഓണത്തിന്റെ പ്രത്യേകതകളും അന്നുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഒരുവിധം വിശദീകരിച്ച് പറയുന്നതിനെയാണ് അതിന്റെ മെയിൻ സാരാംശം. ഓണത്തെ കുറിച്ചുള്ള മെയിൻ സാരാംശം ഉൾക്കൊള്ളുന്നതിനെയാണ്, അർത്ഥം വിശദീകരിച്ച് ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉടൽ എന്ന് പറയുന്നത്. 3ാമത് ഉപസംഹാരം, അതായത് കൺക്ലൂഷൻ. ഉപസംഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര കാര്യങ്ങളാണ് ഈ ഓണം എന്ന ഉത്സവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ്, ഉപസംഹരിച്ച് ചുരുക്കി പറയുന്നതിനെയാണ് എന്താണ്? ഉപസംഹാരം എന്ന്. അപ്പൊ എന്താണ്? ഒരു ഉപന്യാസത്തിന് ഉണ്ടായിരുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ഉപക്രമം, സെക്കൻഡ് വൺ ഉടൽ, തേർഡ് എന്താണ്? 3ാമത് ഉപസംഹാരം. അപ്പൊ ഇത് ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരാനാണ് ഞാനത് കൂടുതൽ ഇതുപോലെ ക്ലാസ്സിൽ ഇപ്പൊ വിശദീകരിച്ച് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ഓർമ്മയിലെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വൺ വേർഡ് ആണെങ്കിലും വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. അതുപോലെ ആശയങ്ങൾ അന്യരെ ധരിപ്പിക്കാൻ നമുക്ക് ഉള്ള ആശയങ്ങൾ അല്ലെ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്യരെ മറ്റൊരാളെ നമ്മൾ ധരിപ്പിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം എന്താണ് എന്താണ് മാധ്യമമാണ് ഡാഷ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്തും ഭാഷ. ഭാഷയല്ലേ നമ്മളിപ്പോ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ നമ്മൾ മറ്റൊരാളോട് എങ്ങനെയാ പറയുന്നത്? ഭാഷ, നമ്മുടെ ഭാഷ. നമ്മളിപ്പോ സംസാരിക്കുന്ന ഭാഷ മലയാളം. അപ്പൊ നമ്മുടെ മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? ഭാഷ. പല ഭാഷകൾ, പല രാജ്യങ്ങളിലുള്ളവർ പല ഭാഷ സംസാരിക്കുന്നത്. ഇംഗ്ലണ്ടിലുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ബംഗാളിലൊക്കെ ഉള്ളവരാണ് ബംഗാളി സംസാരിക്കുക. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനത്തുള്ളവർ പല ഭാഷകളായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അത് അവരുടെ എന്താ ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമമാണ് അല്ലെ. അപ്പൊ ഒരാള് മറ്റൊരാളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മെയിൻ ഉപാധി എന്താണ്? മാധ്യമമായിട്ട് പറയുന്നത് എന്താണ്? ഭാഷ. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടാ. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങള്. പിന്നെ അതുപോലെ പേജ് നമ്പർ 179 മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്ക്. വായനക്കാരുടെ മനസ്സിൽ തറയ്ക്കുന്ന വിധത്തിൽ എഴുതണമെങ്കിൽ എന്തെല്ലാം നമുക്ക് ഒരു കാര്യം എഴുതുമ്പോൾ ആ വായനക്കാരുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിക്കണ രീതിയിൽ വിധത്തിൽ എഴുതണമെങ്കിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ എഴുതാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? ഭാഷയിലെ ലാളിത്യം ഉണ്ടാവും, എഴുത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അപ്പൊ ഒരാള് ആണെങ്കിലോ അല്ലെങ്കിൽ നോവലിസ്റ്റ് ആണെങ്കിലോ ഒരു എഴുതുന്ന ഒരു കാര്യം അത് വായനക്കാരന് കൂടുതൽ അവരുടെ മനസ്സിൽ തറക്കുന്ന രീതിയിലാണെങ്കിൽ എന്താണ് അത് എഴുതുന്നത് നല്ല ആത്മാർത്ഥമായിട്ടായിരിക്കണം. മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്നുള്ള ഒരു ആത്മാർത്ഥത ആ കവിക്കായാലും നോവലിസ്റ്റിനായാലും ഉണ്ടാവണം. അതുപോലെ പിന്നെ എന്താ വേണ്ടത്? ഭാഷയിൽ ലാളിത്യം ഉണ്ടാവണം. ഭാഷയിൽ ലാളിത്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ലളിതമായ രീതിയിലായിരിക്കണം. അതായത് കടുകട്ടി സാധാരണക്കാർക്ക് കടുകട്ടി മലയാളത്തിലെ തന്നെ കടുകട്ടി ആയിട്ടുള്ള വാക്കുകൾ, അതുപോലെ സംസ്കൃതമൊക്കെ ചേർന്ന വാക്കുകൾ അതൊക്കെ ഉപയോഗിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അപ്പൊ എന്താ അതിനെയാണ് പറയുന്നത് ലളിതമായിട്ടുള്ള, അതാണ് ഭാഷയുടെ ലാളിത്യമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു നല്ലൊരു നോവലിസ്റ്റ് ആണെങ്കിൽ, കവിയാണെങ്കിൽ, സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ടതാണെങ്കിൽ അത് നല്ല അതിനുവേണ്ടി നമ്മൾ എന്താ ലളിതമായിട്ടുള്ള പദങ്ങളും വാക്കുകളും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ആ മൂന്നാമത്തെ ചോദ്യം നോട്ട് ചെയ്ത് വെക്കട്ടാ. ഇനി അടുത്തത് പാഠം 26 ഉപന്യാസം, നാനാത്വത്തിൽ ഏകത്വം. അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ വരുന്നത് വളർത്തുമൃഗങ്ങൾ, MT വാസുദേവൻ നായരുടെ വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞ പാഠം. അതും നമ്മള് പബ്ലിക് ലെസണിന് വേണ്ടി പഠിച്ചതാണ്. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൈഡിന്റെ ഇതില് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ കുറെ വൺ വേർഡുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്കിപ്പോ ഫസ്റ്റ് മോഡൽ എക്സാം കഴിഞ്ഞ് എളുപ്പമായിരുന്നു വിചാരിക്കുന്നത്. ഇനി അടുത്ത മാസം നിങ്ങൾക്ക് സെക്കൻഡ് മോഡൽ എക്സാം നടത്തുന്നതായിരിക്കും. അപ്പൊ അതും നല്ല രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഒക്ടോബറിൽ നമുക്ക് മെയിൻ എക്സാം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നന്നായി എഴുതുമ്പോൾ പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് അത് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് മെയിൻ എക്സാം നല്ല രീതിയിൽ തന്നെ പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ, നമുക്ക് അധികം ദിവസങ്ങളില്ല, ഇനി എക്സാം ആവാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. നിങ്ങളുടെ PCP ക്ലാസ് ഒക്കെ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ സമയം പോകും. അപ്പൊ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ ദിവസങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ കമ്പൈൻ സ്റ്റഡി ഒക്കെ വെക്കാം. അപ്പൊ ആ കമ്പൈൻ സ്റ്റഡിയിൽ നിങ്ങൾ എല്ലാ ബ്രാഞ്ചിലെ കുട്ടികൾ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സമയം പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സൂമിൽ നിങ്ങൾക്ക് ആ സമയം തന്ന് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുക. അപ്പൊ കമ്പൈൻ സ്റ്റഡി നടത്താൻ എന്തായാലും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിലെ പ്രിൻസിപ്പൽമാരെ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് കണ്ടക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിന്റെ ഒരു വാട്സാപ്പ് ക്ലാസ്സിന്റെ വോയിസ് കയ്യിലുണ്ട്. ഞാൻ തന്നെ എല്ലാ പാഠത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് ഞാൻ സൗകര്യം അനുസരിച്ചിട്ട് അത് ഗ്രൂപ്പിലിടാം. അപ്പൊ നിങ്ങളത് കേട്ട് അപ്പൊ ചിലർക്ക് പോലെ വീഡിയോ കണ്ട് പഠിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് വോയിസ് നോട്ട് ആകുമ്പോൾ നിങ്ങൾക്ക്
അതിൽ വൺ വേർഡും എല്ലാ ചോദ്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ട് വെച്ച് കേട്ട് പഠിക്കാം. അപ്പൊ വോയിസ് ആണല്ലോ, അത് കേട്ട് പഠിക്കാം. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ അതും പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഇപ്പൊ ഇതുവരെ നമ്മൾ എല്ലാ പാഠത്തിന്റെ എടുത്ത ക്ലാസ്സുകൾ, ആ വീഡിയോകൾ കാണാം. ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്കോട് കൂടി എക്സാം എഴുതാം. നമുക്കിനി അടുത്തത് വേറൊരു ക്ലാസ്സിൽ വീണ്ടും എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വേറൊരു ക്ലാസ്സിൽ വരാം. താങ്ക് യു ഓൾ.